പുഴയെ സ്നേഹിച്ച ഗായത്രി. ലക്ഷ്മണൻ കുയിലൂർ എഴുതിയ ചെറുകഥ. ഗായത്രിയുടെ അമ്മ വീടിന്റെ സൗന്ദര്യം പുഴയുടെ സാമീപ്യമായിരുന്നു. അതും കൊച്ചു വീടിന്റെ കിഴക്ക് ഭാഗത്ത്. സൂര്യോദയവും ഒഴുകുന്ന പുഴയും കൊച്ചുവീടിന്റെ സൗഭാഗ്യമായിരുന്നു. ഉമ്മറത്തിരുന്നാൽ അത് രണ്ടും കാണുകയും ആസ്വദിക്കുകയും ചെയ്യാം. മറുകരയിലെ വിശേഷങ്ങൾ ഉറക്കെ ചോദിച്ചാൽ വിളിച്ചു പറയുന്ന നന്മമരങ്ങൾ, സായാഹ്നത്തിൽ കൂടണയാൻ പറന്നു പോകുന്ന പറവക്കൂട്ടങ്ങളും, പകലിന് തിരശീല വീഴുമ്പോഴുള്ള ആകാശ ഭംഗിയും എത്ര കണ്ടാലും മതിവരാത്ത കുളിരോർമ്മകളാണ് ഇന്നും. മുത്തശ്ശി മാത്രമാണ് കുഞ്ഞുവീട്ടിലെ ഇപ്പോഴത്തെ അന്തേവാസി. അവധിയുണ്ടെന്നറിഞ്ഞാൽ മുത്തശ്ശി മകളെയും ജീവന്റെ ജീവനായ പേരക്കുട്ടിയെയും ദൂരേക്ക് കണ്ണയച്ച് കാത്തിരിക്കും. ഗായത്രി മൊട്ടായ നേരത്തും പൂവായ നേരത്തും മുത്തശ്ശിയുടെ മടിയിലിരുന്ന് പഴങ്കഥകളും പുഴയുടെ കഥകളും കാതോർത്തിരുന്ന് കേൾക്കും. എങ്ങും പൂക്കൾ ചിരിക്കുന്ന ഒരു ഓണക്കാലം. അടുത്ത ജില്ലയിലാണ് ഗായത്രിയും അമ്മയും കൂടുമാറിപ്പോയത്. അവധി കളർഫുൾ ആക്കുന്നത് എന്നും പുഴയോരത്തെ അമ്മയുടെ വീട്ടിലായിരുന്നു. മുത്തശ്ശി നടുമുറ്റത്ത് പൂക്കളം തീർത്ത് അരുമ മകളെ കാത്തിരുന്നു. ഗായത്രി മുത്തശ്ശിക്ക് ഓണ സമ്മാനം നൽകി. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് സ്നേഹ ചുംബനങ്ങളാൽ മൂടി. ചിങ്ങവേലിന്റെ ചൂടിന് കാഠിന്യം കുറഞ്ഞു വരുന്ന നേരം. പുഴയിലെ ഓളങ്ങൾ നൃത്ത ചുവടുകളോടെ ഗായത്രിയെ മാടി വിളിച്ചു. ഓളങ്ങളുടെ വിളിയിൽ ഗായത്രിയുടെ മനസ്സലിഞ്ഞു. അവൾ കുഞ്ഞുവീടിന്റെ നടവഴികൾ ധൃതിയിൽ ഇറങ്ങി. സന്തോഷാധിക്യത്താൽ പാദസരങ്ങൾ പതിവിലധികം കിലുങ്ങി ചിരിച്ചു. വലതുകാൽ വെള്ളത്തിലൂന്നി ഗായത്രി കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ മൃദുല പാദങ്ങൾ പുഴയിലേക്ക് നീണ്ടു. വെള്ളത്തിന് നിവർത്തിയ കരങ്ങൾ അവൾ ചേർത്ത് പിടിച്ച് ജലദേവതയ്ക്ക് നേരെ കൈകൂപ്പി. ഞൊടിയിടയിൽ ആ സൗഭാഗ്യത്തെ പുഴ ഒളിപ്പിച്ചു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുഴ അനന്തമായ ഒഴുക്കു തുടർന്നു. കൂടണയാൻ പോകുന്ന പറവക്കൂട്ടങ്ങൾ ചിറകിട്ടടിച്ചത് അന്ന് ആരും അറിയാതെ പോയി.